നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് തൃപ്രയാറിൽ, തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ ഒരു RTO ഓഫീസർ ബസ്സിൽ കയറി. ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം സാധാരണ യാത്രക്കാർ കയറുന്ന പോലെ അവർ കയറി. മറ്റുള്ള യാത്രക്കാരുടെ ഒപ്പം അവരും ഇരുന്നു. സാധാരണ ബസ്സിന് ടിക്കറ്റൊക്കെ കൊടുക്കുന്ന പോലെ പൈസ കൊടുത്തു, ചാർജ് എടുത്തു. അപ്പോൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഇറക്കാൻ പറഞ്ഞപ്പം എന്തോ അപമര്യാദയായിട്ട് സംസാരിച്ചു. ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഇറങ്ങാനല്ല, അവിടെ തൃപ്പയാർ സ്റ്റാൻഡ് വരെ പോകത്തില്ല, പകുതി വരെ പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം മറ്റുള്ള യാത്രക്കാരൊക്കെ ഇത് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ ഉദ്യോഗസ്ഥയാടെ വിട്ടു. അപ്പോൾ ഇവരോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസ് ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി വിടാൻ ശ്രമിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ 8ന്റെ പണി. ബസ്സിലെ യാത്രക്കാരി സാക്ഷാൽ ജോയിന്റ് RTO ആണെന്നറിയാതെ ധാർഷ്ട്യം കാണിച്ച ജീവനക്കാർക്കാണ് ഒടുവിൽ നിയമത്തിന്റെ ചൂടറിയേണ്ടി വന്നത്. തൃപ്രയാർ തൃശൂർ റൂട്ടിലോടുന്ന എടക്കളത്തൂർ ബസ്സിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പെർമിറ്റ് ലംഘനം ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്ന് ബസ്സിന് 9,000 രൂപ പിഴ ചുമത്തുകയും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 5:45ഓടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തൃപ്രയാറിൽ നിന്നും തൃശൂരിലേക്ക് പുറപ്പെട്ട ബസ്സിൽ തൃപ്രയാർ ജോയിന്റ് RTO CV മഞ്ജുള ഒരു സാധാരണ യാത്രക്കാരിയായി കയറുകയായിരുന്നു. എന്നാൽ ടിക്കറ്റ് നൽകുന്നതിനിടെ ബസ് തൃശൂർ വരെ പോകില്ലെന്നും മുഴുവൻ യാത്രക്കാരും കാഞ്ഞാണിയിൽ ഇറങ്ങണമെന്നും കണ്ടക്ടർ ആവശ്യപ്പെട്ടു. പെർമിറ്റ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ ഈ നടപടിയെ യാത്രക്കാർ ഒന്നടങ്കം ചോദ്യം ചെയ്തു. തൃശൂരിലേക്ക് ബോർഡ് വെച്ച ശേഷം പാതി വഴിയിൽ ഇറക്കി വിടുന്നത് ശരിയല്ലെന്ന യാത്രക്കാരുടെ വാദത്തിനൊപ്പം ഉദ്യോഗസ്ഥയും ചേർന്നു. വണ്ടിയുടെ പെർമിറ്റ് തൃശൂർ വരെ അല്ലേ എന്ന് ജോയിന്റ് RTO ആരാഞ്ഞെങ്കിലും വളരെ മോശവും ധാർഷ്ട്യം നിറഞ്ഞതുമായ മറുപടിയാണ് കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യാത്രക്കാരെ കാഞ്ഞാണിയിൽ ഇറക്കി വിടുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥയും യാത്രക്കാരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഗത്യന്തരമില്ലാതെ ജീവനക്കാർക്ക് ബസ് തൃശൂർ വരെ സർവീസ് നടത്തേണ്ടി വന്നു. യാത്രക്കിടയിൽ മോട്ടോർ വാഹന നിയമങ്ങളുടെ നഗ്നമായ മറ്റ് ലംഘനങ്ങളും ജോയിന്റ് RTOയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൃപ്രയാർ മുതൽ തൃശൂർ വരെ ബസിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കണ്ടക്ടർക്ക് പകരം ലൈസൻസ് ഇല്ലാത്ത ഡോർ ചെക്കറാണ് ടിക്കറ്റ് വിതരണം ചെയ്തിരുന്നതെന്നും ഇയാൾക്ക് ടിക്കറ്റ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പോലും കൃത്യമായി അറിയില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥ കണ്ടെത്തി. തുടർന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TG നിശാന്തിന്റെ നേതൃത്വത്തിൽ വകുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തി. പ്രസ്തുത ബസ് കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 8ന്റെ പണി ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് എല്ലാ പ്രൈവറ്റ് ബസ്സുകാർക്കും ഉള്ള ഒരു സ്വഭാവമാണ്. രാവിലെ ബസ് എടുത്തിറങ്ങും, സ്റ്റാർട്ട് ചെയ്തിറങ്ങും, ഉച്ചവരെ ഓടും. ആൾ കുറവ് കാണുമ്പം സ്റ്റാൻഡ് പോകണ്ട, അതല്ലെങ്കിൽ സ്റ്റാൻഡ് എവിടെയെങ്കിലും ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡ് പോകത്തില്ല. അന്നത്തെ ട്രിപ്പ് അവിടെ ക്യാൻസലായി. അപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ സ്റ്റാൻഡിലോട്ട് പോകാനുണ്ടാവും, ഒത്തിരി ആളുകൾ പോകാനുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഈ ബസ്സുകാർ അവിടെ നിന്ന് തിരിച്ചിട്ട് അടുത്ത ടൈം വരെ നോക്കി നിൽക്കും. ഇതിൽ ഏതെങ്കിലും ചായക്കടയുടെ മുന്നിലോ ഹോട്ടലിൻ്റെ മുന്നിലോ നിർത്തി ചായ കുടിക്കാനും സൊറ പറയാനും മൊബൈൽ കാണാനും ഒക്കെയാണ് ബസ്സുകാർക്ക് തിരുക്കം. അതല്ലെങ്കിൽ സ്ഥിരം കയറുന്ന പെണ്ണുങ്ങളെ ലൈൻ അടിച്ചിട്ട് അവരുമായിട്ട് പഞ്ചാര അടിച്ച് സൊള്ളാനും ഫോൺ വിളിക്കാനൊക്കെ അവർക്ക് സമയമുള്ളൂ. അതല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ബസ് നിർത്തിയിട്ട് കടന്നുറങ്ങുക. ഇതൊക്കെയാണ് പ്രൈവറ്റ് ബസ്സുകാരുടെ ഇപ്പോഴത്തെ തൊഴിൽ. എല്ലാ ബസ്സുകാരെയും ഞാൻ പറയുന്നില്ല, മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ബസ്സുകാരുണ്ട്. ഇങ്ങനെയുള്ള ഈ കൂതറ ബസ്സുകാർ, അതായത് ഇങ്ങനെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, വഴിയിലിറക്കി വിടുക. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ഇങ്ങനെ കയറിയ സമയത്ത് ഇവരോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അവരപ്പോൾ തന്നെ മറ്റുള്ള RTO ഓഫീസിലേക്ക് വിളിച്ചു, MD ഓഫീസിലേക്ക് വിളിച്ചു. RTO വന്ന് അത് കേസായി, ഫൈൻ അടപ്പിച്ചു. നല്ലൊരു 8ന്റെ പണി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതങ്ങനെ തന്നെ വേണം. അപ്പം RTO ആയാലും പോലീസായാലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ യൂണിഫോമിലല്ല വരുന്നത്, അവരവരുടേതായ മഫ്തി ഡ്രസ്സിൽ. പോലീസുകാരാണ് ഫാൻ ഷർട്ടും, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ചുരിദാർ അതല്ലെങ്കിൽ സാരി കൊടുത്തിട്ടാവും വരുന്നത്. RTO ആയാലും പോലീസായാലും എക്സൈസ് ആയാലും. അപ്പോൾ ഇതൊക്കെ ബസ്സുകാർ കണ്ടറിയുന്ന ഒരു കാര്യമാണ്. എല്ലാ ബസ്സുകാർ ഇത് യാത്രക്കാരോടും ചൂടാകുന്ന പോലെ അവരോട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. മനസ്സിലായില്ല. പോലീസുകാരാണ് നല്ല തല്ലും കിട്ടും, അത് വേറെ വിഷയം. എന്തോ RTO ആയതുകൊണ്ട് ഇനി പോലീസ് കേസായോ എന്നുള്ള അറിയത്തില്ല, കേസായിട്ടുണ്ടാവും.
എന്തായാലും ഫൈൻ അടപ്പിച്ചിട്ടൊക്കെയാണ് വിട്ടത്. നല്ല എട്ടിൻ്റെ ഒരു പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വണ്ടിയിൽ കയറണം. അപ്പോൾ വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോൾ ഈ വണ്ടിക്കാരുടെ തനി സ്വഭാവം മനസ്സിലാവും, പ്രൈവറ്റ് ബസ്സുകാരുടെ. KSRTC പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലതുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും ക്ലിയറാണെന്ന് പറയാൻ പറ്റത്തില്ല. മറ്റേ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ അത്രയും അഹങ്കാരം ഒന്നും കാണുന്നില്ല. പിന്നെ ചില KSRTC ബസ്സിൽ ചില കണ്ടക്ടർമാരോട് ഉള്ള കാര്യം പറയാനുള്ളത്, അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയണം. ഞാൻ മിനിഞ്ഞാന്ന് ചാലക്കുടിയിൽ നിന്ന് ചേർത്തലയ്ക്ക് ബസ് കയറി. അപ്പോൾ ചേർത്തല എത്തുന്നതിന് മുന്നേ പൊന്നാംവേലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചേർത്തല ടൗണിൻ്റെ ഒരു 2-3 കിലോമീറ്റർ 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് ആണ് ആ സ്ഥലം. അപ്പോൾ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് പൊന്നാംവേലി ഇറങ്ങണം. അവിടേക്ക് 59 രൂപയാണ് ബസ് ചാർജ്. ചേർത്തലയ്ക്ക് എത്ര ചാർജ് എനിക്കറിയത്തില്ല, അതിൽ കുറച്ചുകൂടെ കൂടും. അപ്പം അയാളോട് ഞാൻ പറഞ്ഞു ആ സ്ഥലം എനിക്കറിയത്തില്ല, അപ്പോൾ എനിക്കത് സ്ഥലം ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ അയാൾ പറഞ്ഞു ശരി. എന്നിട്ട് അയാൾ പൈസ വാങ്ങി, 59 രൂപ വാങ്ങി. എന്നിട്ട് എന്നോട് ചോദിച്ചു അത് തുറവൂര് എന്ന് പറയുന്ന സ്റ്റോപ്പിൻ്റെ അപ്പുറമല്ലേ? ഞാൻ പറഞ്ഞു പട്ടണക്കാടാണ്, പട്ടണക്കാടിൻ്റെ ഇപ്പുറമായിട്ട് വരും. അപ്പോൾ അയാൾക്ക് തന്നെ സംശയം. അപ്പോൾ കറക്റ്റായിട്ട് അയാൾക്ക് ആ സ്റ്റോപ്പിലോട്ടുള്ള പൈസ വാങ്ങാൻ അയാൾക്ക് ഓർമ്മ വന്നു. പക്ഷേ ആ സ്റ്റോപ്പ് എവിടെ നിന്നുള്ള അറിയത്തില്ല. ഇങ്ങനെയുള്ള കണ്ടക്ടർമാരൊക്കെ എങ്ങനെയാണ് നമ്മൾ ബസ്സിൽ കൊണ്ടു നടക്കുന്നത്? ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, നിങ്ങളിത് അറിയേണ്ട ഒരു കാര്യമാണ്. KSRTC ബസ്സിലെ ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും അതുപോലെ തന്നെ പുതിയ KSRTCയിലായാലും പ്രൈവറ്റിലായാലും ബസ്സിൽ കയറുന്ന ഡ്രൈവർമാർ സ്ഥലവും സ്റ്റോപ്പും ഒന്നും അറിയത്തില്ല. ചിലപ്പോൾ പോകേണ്ട സ്ഥലത്തല്ല, വഴി മാറിപ്പോവും, റോഡ് മാറിപ്പോവും, ദിശ മാറിപ്പോവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വിവരമില്ലാത്ത കണ്ടക്ടർമാരെ, അറിയാത്ത കണ്ടക്ടർമാരെ ഡ്രൈവർമാരെ പിടിച്ചാക്കരുത്. അതല്ലെങ്കിൽ അവർക്ക് 1 മാസത്തെ ട്രെയിനിങ് കൊടുക്കുക. ബസ്സിൽ കൊണ്ടുപോയി നടത്തിയിട്ട് 1 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് ഇന്ന സ്റ്റോപ്പിൽ നിന്ന് വണ്ടി നിർത്താവുള്ളൂ, അവിടെ ആ സ്റ്റോപ്പിലോട്ട് ഇത്ര ചാർജ്, ചേർത്തലയിലോട്ട് ഇത്ര ചാർജ്, കൊല്ലത്തോട്ട് ഇത്ര ചാർജ്, തിരുവനന്തപുരത്തോട്ട് ഇത്ര ചാർജ് എന്നൊക്കെ എഴുതി കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലാതെ വേഗം ട്രെയിനിങ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് വേഗം വലിച്ചു വാരി ഇങ്ങനെയുള്ളവർക്ക് യൂണിഫോമും കൊടുത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും യാത്രക്കാർ പെരുവഴിയിലായതാണ്. പിന്നെ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒക്കെ കുറേ കാലം ബസ്സിൽ പോയതാണ്. എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ബസ്സിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്റ്റോപ്പ് അറിഞ്ഞതിൻ്റെ ശേഷം ബസ്സിൽ കയറി പിന്നെ ഡ്യൂട്ടി ചെയ്യുക. കറക്റ്റായിട്ട് ആ സ്റ്റോപ്പിക്ക് അയാൾക്ക് 59 രൂപ സ്റ്റോപ്പിലോട്ടുള്ള പൈസ അയാൾ വാങ്ങി. പക്ഷേ അയാൾക്ക് ആ സ്റ്റോപ്പ് അറിയത്തില്ല. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? അതാണ് ഗണേഷ് കുമാറെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഈ വെറുതെ നിങ്ങൾ KSRTCയിൽ ആളുകൾക്ക് ജോലി കൊടുക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൊടുക്കണം. KSRTCയിൽ ജോലിക്ക് യോഗ്യതയായിട്ടുള്ള ആളുകൾക്ക് KSRTCയിൽ ജോലി തന്നെ കൊടുക്കണം. പക്ഷേ അതെങ്ങനെയല്ല. ഒന്നെങ്കിൽ ആ റോഡ് അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആ പഴയ കണ്ടക്ടർമാരോ ഡ്രൈവർമാരോ പിടിച്ചു നിർത്തി അവരുടെ ഒപ്പം ട്രയലിന് വിടുക. എന്നിട്ട് ആ സ്ഥലങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ബസ്സിലോട്ട് കയറ്റുക. അതല്ല സ്റ്റോപ്പ് അറിയത്തില്ല. ഇപ്പോൾ ഞാനായതുകൊണ്ട് പിന്നെ വഴക്കിനൊന്നും പോയില്ല, കച്ചറയ്ക്ക് പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചൂടാകുന്നതാണ് ആൾക്കാരൊക്കെ. ഞാനും ചിലപ്പോൾ ചൂടാകും. പക്ഷേ ഞാനെന്താണെന്ന് അറിയാം. പിന്നെ അയാളുടെ വിവരക്കുറവ്. പിന്നെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്താണ് കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. എന്നിട്ട് ഞാൻ അവിടുന്ന് ഈ പൊന്നാമ്പേലിക്ക് ഞാൻ പിന്നെ ബാഗും പിടിച്ച്, അപ്പോൾ ഒരു മഴയുടെ സമയമാണ്, മഴ പെയ്യാത്തത് ഭാഗ്യം. ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് പോന്നു. മനസ്സിലായില്ലേ? ശരി, എന്നാൽ ഇത് കൂടുതലൊക്കെ പറയാനാണ്, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാ ആളുകളും മനസ്സിലാക്കുക. എല്ലാ KSRTC പ്രൈവറ്റ് ബസ്സുകാരും ഡ്രൈവർമാരൊക്കെ മനസ്സിലാക്കുക. യാത്രക്കാരെ കൊണ്ട് പെരുവഴിയിലാക്കരുത്. കഴിഞ്ഞ ദിവസം KSRTCൻ്റെ ബസ്സിൻ്റെ ഒരു ചില്ല് എറിഞ്ഞ് പൊട്ടിച്ചൊരു സ്ത്രീയുടെ ഒരു യുവതി, അവരിപ്പം സമൂഹത്തിലിട്ട് അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തത് തെറ്റാണ്. പോക്കൃത്തിനും ചെയ്യാൻ പാടില്ല. അവർക്ക് ന്യായമായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ അവിടെ സ്റ്റോപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിർത്തൂല. നിർത്തത്തില്ല. അത് പ്രൈവറ്റ് ആയാലും KSRTC ആയാലും. അത് അവരെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. ശരിയെന്ന് നിർത്തുന്നു. ബൈ.